എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ, ഇൻകം പ്രൂഫ്. ഇൻകം പ്രൂഫ് ഓപ്ഷനിലാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്തത് ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. ഇവിടെ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇമെയിൽ IDയും കാണാൻ സാധിക്കും. അതിലേതാണ് സെറോദയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്തത് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ് വരുന്നത്. ഇവിടെ പാൻ കൊടുത്തിരിക്കുന്ന ഇവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ട് താഴെ പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാൻ തൊട്ട് മുകളിലുള്ള ചെക്ക് ബോക്സും നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. വാട്ട് പ്രോഡക്റ്റ് യു വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ്, സെലക്ട് ചെയ്യേണ്ടതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മോഡിറ്റിയും കാണാൻ സാധിക്കും. അതും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് തൊട്ട് താഴെ ഒരു ചെക്ക് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. അതും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത ആധാർ KYC വെരിഫിക്കേഷനാണ് വന്നത്. അതായത് ഡിജി ലോക്കറിൽ നിന്ന് സെറോദ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതിന് നമ്മുടെ കൺസേൺ ചോദിക്കുന്നതാണ്. അപ്പോൾ ആധാർ KYC വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ എൻ്റർ ആധാർ നമ്പർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ടതായിട്ടൊരു ക്യാപ്ച കാണാൻ സാധിക്കും. നമ്മൾ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത് നമ്മൾ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ഡിജി ലോക്കറിൻ്റെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെർവർ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട് ഡിജി ലോക്കർ വഴി ആധാർ, പാൻ കാർഡ് ഡീറ്റെയിൽസ് എടുത്തുകൊട്ടെ എന്ന്. അപ്പം അതിനുവേണ്ടി നമ്മൾ തൊട്ട് സൈഡിലുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇച്ചിരി ടൈം എടുക്കാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും. സക്സസ്ഫുള്ളി സെറോദയ്ക്ക് നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ഡീറ്റെയിൽസൊക്കെ ലഭിച്ചതായിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അടുത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ ഫാദർ നെയിം, അതുപോലെ തന്നെ എന്താണ് ഫാദർ നെയിം ഫസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ മദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാരേജ് സ്റ്റാറ്റസ് സിംഗിൾ ആണോ അതോ മാരീഡ് ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ആനുവൽ ഇൻകം എത്രയാണുള്ളത്, ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മുടെ ആനുവൽ ഇൻകം ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, പുതിയ ആളാണോ അത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ജോലി, നമുക്ക് ബിസിനസ് ആണോ, നമ്മുടെ ജോലി സ്റ്റുഡൻ്റ് ആണോ, നമ്മുടെ ജോലി ഒക്യുപ്പേഷൻ എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതുപോലെ പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കത് വേണേൽ മന്ത്ലി എടുക്കാം അല്ലെങ്കിൽ ക്വാർട്ടർലി എടുക്കാം, നമ്മുടെ പ്രിഫറൻസ് ആണ്. അതുപോലെ ആർ യു എ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള സ്റ്റേജാണ്. നമുക്കിവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ പേ, TM, ഫോൺ പേ, UPI, എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി, നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. IFC, MICR, അക്കൗണ്ട് നമ്പർ, ബാങ്ക്, ബ്രാഞ്ച് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത് നമ്മുടെ വെബ് ക്യാം വെരിഫിക്കേഷനാണ്. അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു സെൽഫി എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കണ്ണാടി യൂസ് ചെയ്യുക, അതുപോലെ തന്നെ തൊപ്പി യൂസ് ചെയ്യുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മളത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെബ് ക്യാം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സ്റ്റേജാണ്. അത് സിഗ്നേച്ചർ നമുക്ക് നേരത്തെ സൈൻ ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ ഈ സമയത്ത് സൈൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഇൻകം പ്രൂഫ്, നമ്മളിങ്ങനെ ഇൻകം പ്രൂഫിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞതാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫ് വരുന്നത്, അത് ഓപ്ഷണലാണ്. പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കിവിടെ സൈൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൈൻ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇൻകം പ്രൂഫായിട്ട് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പോ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഓപ്ഷനിലാണ് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇൻകം പ്രൂഫായിട്ട് ഇതിലേതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക.
അടുത്ത് നമ്മുടെ നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. അപ്പോൾ നമുക്കിവിടെ ആഡ് നോമിനി എന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നോമിനിയെ ആഡ് ചെയ്തെങ്കിൽ നോ ഡു ദിസ് ലേറ്റർ, നമുക്ക് അതിനെ കുറച്ച് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് നമുക്ക് പിന്നെ ആണെങ്കിൽ നമുക്ക് നോമിനി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് നമുക്ക് നോമിനി ആഡ് ചെയ്ത് തന്നെ പോകാം. നമ്മൾ നോമിനിയുടെ നെയിമും നോമിനിയുടെ മൊബൈൽ നമ്പറും അതുപോലെ നോമിനിയുടെ ഇമെയിൽ ഐ ഡിയും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും ഒക്കെ ഉള്ളത് നമ്മൾ, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഷെയർ, നോമിനിയുടെ പാൻ കാർഡ് നമ്പർ, അതങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നോമിനി ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ആസ് പെർ മൈ രജിസ്റ്റേർഡ് അഡ്രസ്സ് യെസ് ആണോ അതോ നോ എന്നോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സൈൻ ആണ് വരുന്നത്. അതിന് നമ്മൾ തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഡോക്യുമെൻറ്റ്സും അതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തുള്ള ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്യുക, നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തൊട്ടുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. നമ്മൾ വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെറോദ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.